എല്ലാവരും എന്നെ എടുക്കുവാണോ? എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? ഞങ്ങൾ ചോറുണ്ണാൻ പോവുകയാണേ. ചോറുണ്ണാന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പം തേണ്ട പണിയില്ലാതെ അച്ഛനിങ്ങ് എത്തി. അവിടെ പണിയില്ല, എരുമേലി പോയതായിരുന്നു ഇന്നലെ. ഇന്നിങ്ങനെ തിരിച്ചു പോകുന്നുള്ള പണിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അച്ഛന് ചോറ് കൊടുക്കുക. എന്തോ കറിയൊക്കെ കൊടുക്കണം. പിന്നെ പെട്ടെന്ന് ഒരു മെഡിറ്റേറ്റ് ചെയ്തിട്ട് കുറ്റി ഒപ്പിച്ച് അച്ഛന് വേണ്ടി. അച്ഛന് പ്രത്യേകിച്ച് ഒരുപാട് മീനുണ്ടെങ്കിൽ ഒരുത്തനവിടെ ഓരോന്ന് വാവാതെ വിളിക്കുന്നുണ്ട്. എടാ കേശവനെ എടുത്തടാ. കാരണം നമ്മൾ ചോറ് വെച്ച് രാവിലെ ചോറൊക്കെ വേണം. ചോറ് ഞാൻ അതിലെല്ലാം എത്ര പേര് വന്നാലും നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ മെഴുക്ക് പുരട്ടിയുണ്ട്, ക്യാരറ്റും പയറും കൂടെ മെഴുക്ക് പുരട്ടി വെച്ചു. പിന്നെ പെട്ടെന്നൊരു മുളക് ഇങ്ങോട്ട് ഇടിച്ച് അച്ഛൻ കൂട്ടത്തില്ല, നല്ലിച്ചിരി വെച്ചേക്കാം. അച്ഛന് അതിനോടൊന്നും വലിയ താല്പര്യമില്ല മുളകിനോട്. പിന്നെ നമ്മുടെ ഇന്നലത്തെ അവിയലിരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ചൂടാക്കി. അതൊക്കെ ഇച്ചിരി വേണം കൂട്ടിക്കോട്ടെ. പിന്നെ സാമ്പാറുണ്ട്. സാമ്പാർ പിന്നെ രാവിലെ നമ്മൾ കണ്ടല്ലേ, രാവിലെ ഇതിന് വെക്കുന്നത്. ഇച്ചിരി കുറുകിപ്പോയി സാമ്പാർ. ഇനി മിനിഞ്ഞാലത്തെ മീൻ കറി ഇരിപ്പുണ്ട്. ഇവിടെ അന്ന് ഇച്ചിരി മീൻ മേടിച്ച് കറി വെച്ചാൽ ഇരുന്നോളൂ ഇച്ചിരി നേരം ദിവസം. വലിയ മീനാണല്ലോ, അപ്പൊ പിന്നെ കഷ്ണം മീനല്ലേ. കറി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കറിയില്ലെന്നാ കച്ചമ്പതം കറിയില്ലെന്ന് വിചാരിക്കുന്ന വെറുതെയാണ്. മെഴുക്ക് പുരട്ടിയുണ്ട്, മുളകിടിച്ചുണ്ട്, മീൻ കറി, സാമ്പാറ്, പിന്നെ ഇന്നലത്തെ അവിയൽ. പാത്രത്തിലല്ല, അച്ഛനമ്മ എല്ലാം പാത്രത്തിൽ കൊടുക്കണമല്ലോ. അച്ഛൻ ഇപ്പം ഉടനെ അവിടെ പണി കാണത്തില്ലായിരുന്നല്ലോ. പിന്നെ അച്ഛനോട് പോകണ്ടെന്ന് പിള്ളേർ പറഞ്ഞു. പിന്നെ അങ്ങ് അച്ഛനോട് ചുമ്മാ ഇരിക്കേണ്ടല്ലോ എന്ന് അച്ഛനങ്ങ് പോയതാണ്. അതുകൊണ്ട് നമുക്കിതേ ഇന്നിതെല്ലാം കൂട്ടി കഴിക്കാൻ എല്ലാവരും ഓടി വായോ ചോറിനാവും.